മഹേഷ്, രാജ്യത്ത് ഏറ്റവും അധികം PSC അംഗങ്ങളുള്ള ഒരു സംവിധാനമാണ് കേരളത്തിലേത്. UPSCക്ക് പോലും ആകെ 7 അംഗങ്ങൾ മാത്രമുള്ളപ്പോൾ കേരള PSCയിൽ നിലവിൽ 16 പേരും 21 പേര് വരെ നിയമിക്കാനും കഴിയും. അപ്പോൾ പിന്നീട് അതൊരു രാഷ്ട്രീയക്കാരുടെ ലാവണമായി മാറുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് സർക്കാരാണോ അധികാരത്തിലിരിക്കുന്നത് അവരുടെ ആളുകളെ കുത്തിനിറയ്ക്കാനുള്ള സ്ഥലമായി അത് മാറുന്നു. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ നിയമനം തന്നെയല്ലേ യഥാർത്ഥത്തിൽ PSCയുടെ ഏറ്റവും വലിയ ശാപം? പ്രജിത്ത് പറഞ്ഞതിൽ ഒരു 100% ശരിയാണ്. അതിപ്പം ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ഒരു കാര്യം നമ്മൾ ഈ PSCയുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ലോക്ഭവന്റെ ഇടപെടലാണ് ഇപ്പോൾ ചർച്ചയെങ്കിലും ഒരു കാര്യം നമുക്ക് ഇപ്പോഴുള്ള ഈ കാര്യത്തിൽ വരെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. ഈ നാട്ടിലെ യുവാക്കളുടെ, അതായത് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ യുവതികളുടെ അവരുടെ ജോലിക്കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ഭാവി ശോഭനമാവണം എന്നൊരു വിചാരം ഈ ഇടതുപക്ഷത്തിനുമില്ല, അല്ലെങ്കിൽ ഈ വലതുപക്ഷത്തിനുമില്ല, UDFനുമില്ല, LDFനുമില്ല. അവരാണല്ലോ കാലങ്ങളായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ BJP ഏതാണ്ട് ഒരു 3 സീറ്റുകൾ മാത്രമാണ് BJPക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ നാട്ടിലെ ആൾക്കാർക്ക് ജോലി കിട്ടുക, അല്ലെങ്കിൽ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടുക എന്നതിൽ ഉപരി അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കണമെന്നും അതിനുള്ള ഒരു വേദിയായിട്ടും ഈ PSCയെ മാറ്റിയിരിക്കുകയാണ്. ഈ ദേവസ്വം ബോർഡ് എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ട് അവരുടെ ആൾക്കാരെ, അധികാരത്തിലെത്തുന്നവരുടെ ആൾക്കാരെ തിരികെ കയറ്റാനുള്ള ഒരു സംവിധാനമായിട്ട്, ഒരു വേദിയായിട്ട് അതിനെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വൈകുന്നേരം ഗവർണർ പങ്കെടുത്ത ഒരു ചടങ്ങിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അതായത് ജന്തർ മന്ദറിലെ സമരത്തിന്റെ കാര്യമല്ല റെഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആമുഖത്തോട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് വിദ്യാർത്ഥികൾ, ഒരു കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങായിരുന്നു, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. അദ്ദേഹം പറഞ്ഞത് വിദ്യാർത്ഥികൾ മാറേണ്ടത് പാറ്റകളായിട്ടല്ല, പാറ്റകൾ എല്ലായിടത്തും കാണുന്നത് സാധാരണമാണ്, അവർ വളരേണ്ടത് സിംഹങ്ങളായിട്ടാണെന്നാണ് പറഞ്ഞത്. അതായത് ഈ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വിദ്യാഭ്യാസത്തിന്റെ മികച്ച വിദ്യാഭ്യാസത്തിനുള്ള ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളിൽ അവർ പഠിച്ച് സിംഹങ്ങളാകേണ്ടവരാണ്, അല്ലാതെ പാറ്റകളാകാനല്ല അവർ പഠിക്കേണ്ടതെന്നാണ് ഗവർണർ പറഞ്ഞത്. അതേ ആർജവത്തോടെയുള്ള ഇടപെടലാണ് ഗവർണർ PSCയുടെ കാര്യത്തിലും ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ ഗവർണറുടെ ഇടപെടലോടുകൂടി ഗവർണറുടെ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി അന്വേഷണത്തിന് റെഫർ ചെയ്യാം. ആ സുപ്രീം കോടതി റിപ്പോർട്ട് അനുസരിച്ച് ഈ PSCയുടെ അംഗങ്ങളെയും ചെയർമാനെയും ഉൾപ്പെടെ പുറത്താക്കാനുള്ള അധികാരം വരെ ഗവർണറിൽ നിക്ഷിപ്തമായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. എവിടെയെങ്കിലും ഒരു തിരുത്തൽ ശക്തി വേണ്ടേ? എല്ലാ കാലത്തും ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ? റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി കഴിഞ്ഞിട്ട് ആളുകൾ സെക്രട്ടേറിയറ്റിനിടയിൽ സമരം ചെയ്യുകയാണ്. നമ്മൾ വാർത്തകൾ കൊടുക്കുന്നുണ്ട്, മുട്ടിലിഴഞ്ഞും മണ്ണുവാരി തിന്നുമൊക്കെ സമരം ചെയ്യുന്നേ. ഇവർക്ക് ഒരു നീതി വേണ്ടേ? ഇന്നല്ലെങ്കിൽ നാളെ ഒരു നീതി വേണ്ടേ? അതിനുള്ള യാതൊരു അവസരവും ഇല്ലാതെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ യുവാക്കളെ, പഠിച്ചുകൊണ്ടിരുന്ന അടുത്ത തലമുറയെ വരെ. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രീയ നിയമനം തന്നെയാണ് PSCയെ ഒക്കെ ഇത്തരത്തിൽ വഴിയാധാരമാക്കി കളഞ്ഞിരിക്കുന്നത്. ഓക്കെ, മഹേഷ് ആണ് ഇപ്പോൾ അഭിപ്രായം പറഞ്ഞത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിലവിൽ സംസ്ഥാനത്തെ PSCയിൽ 16 പേരാണുള്ളത്. 15 അംഗങ്ങളും ചെയർമാനും അടക്കം 16 പേർ. അത് 21 വരെയായി കൂട്ടാം. നിലവിലുള്ള PSC അംഗങ്ങൾക്കും ചെയർമാനുമായി ഒരു മാസം സംസ്ഥാന PSCയുടെ ശമ്പള ഇനത്തിലും മറ്റും ചെലവഴിക്കുന്നത് 58 ലക്ഷം രൂപയാണ്. ഒരു വർഷം അത് 6 കോടിയിലധികം രൂപയാകും. 6 വർഷം നീളുന്ന ഒരു ടേമിലെത്തുമ്പോൾ എത്ര കോടി രൂപ ഈ PSC ചെയർമാനും അംഗങ്ങൾക്കും വേണ്ടി സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. PSC ചെയർമാന്റെ ശമ്പളം 2,24,000 രൂപയാണ് ബേസിക്. അതേ ഒരു ജഡ്ജിയുടെ, അതായത് ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ജഡ്ജിയുടെ ശമ്പളം 2,16,000 മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഏറ്റവും വലിയ വിഷയം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇതിനകത്ത് പറയേണ്ട ഒരു വിഷയം, ഗൗതം നേരെ ചൂണ്ടിക്കാട്ടിയതുപോലെ ലോക്ഭവനും ഗവർണറും ഒരു പാവയല്ല എന്ന് കേരളത്തിൽ തെളിയിക്കുന്ന അപൂർവം ചില ഗവർണർമാരിൽ ഒരാളാണ് ആർലേക്കർ. അത് ഇപ്പോൾ കൃത്യമായിട്ട് സർക്കാരിന് മനസ്സിലാക്കിയത്. പക്ഷേ ഈ ഭരണകൂടത്തിനും മുഖ്യമന്ത്രിക്കും അടക്കം അതിൻ്റെ ഭരണഘടനാപരമായ പവറിനെ കുറിച്ച് മനസ്സിലായിട്ടില്ല. എന്ത് അധികാരം എന്നാണ് ചോദിക്കുന്നത്? DGPയെ വിളിച്ചു വരുത്താൻ എന്ത് അധികാരം? ആഭ്യന്തരമന്ത്രി ചോദിക്കുന്നു. എൻ്റെ വകുപ്പല്ലേ, എൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനല്ലേ, എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ വിളിച്ചു കൊണ്ടുവരുമായിരുന്നല്ലോ, നേരിട്ട് വിളിക്കുന്നത് എന്തിനാ? ഇതുപോലെ ഇന്ന് ഏതോ കോൺഗ്രസ് നേതാവിൻ്റെ പ്രസ്താവന ഞാൻ കേട്ടു, PSCയിൽ കയറി അങ്ങനെയൊന്നും കളിക്കാനൊന്നും പറ്റില്ല, സർവകലാശാലയിൽ കളിക്കാൻ പറ്റില്ല. അപ്പം ഇന്നും ഈ കോമാളികളായിട്ടുള്ള പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും കോൺഗ്രസിനും CPMനും എന്താണ് ലോക്ഭവന്റെ പവറെന്നും എന്താണ്
അവിടുത്തെ ഗവർണറുടെ പവർ എന്ന് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗവർണർ സമാന്തര സർക്കാർ ഉണ്ടാക്കുകയാണെന്ന് പറയുന്നത്. എന്തായാലും സമാന്തര സർക്കാർ പ്രവർത്തിക്കുകയാണെന്നാണ്. അത് തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ്. ആ ശുദ്ധികലശത്തിനൊപ്പം ഗവർണർക്കൊപ്പം നമ്മളും നിൽക്കേണ്ടതുണ്ട്. കാരണം PSC എന്ന് പറയുന്ന സംവിധാനത്തിന്റെ വിശ്വാസ്യത, അതിന്റെ നേര് അത് തിരിച്ചു പിടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ ഉദ്യോഗാർത്ഥികൾ മണ്ണിലിഴയുന്നതും മുട്ടിലിഴയുന്നതും അവസാനിപ്പിച്ച് അവർ അഭിമാനത്തോടെ തൊഴിൽ തേടി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ.